അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്ന ഓൺലൈൻ മദ്രസ വിജയിപ്പിക്കുക? വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ടുന്ന ഒരു ചോദ്യമാണിത്. കാരണം നമ്മളൊക്കെ ഓൺലൈൻ മദ്രസ ആരംഭിക്കുന്നത് അതതിൻ്റെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വിഷയം, നമ്മൾ രക്ഷിതാവിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിയെയും രക്ഷിതാക്കൾ ഓൺലൈൻ മദ്രസയിൽ ചേർത്തുന്നതിന് കൃത്യമായ ലക്ഷ്യമുണ്ടാകും. ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം. അതല്ല എങ്കിൽ അക്ഷരങ്ങൾ നോക്കി വായിക്കാനുള്ള അറബി അക്ഷരങ്ങൾ അറിയാത്ത പ്രയാസം കൊണ്ടായിരിക്കാം. അതുമല്ല എങ്കിൽ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ അറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. നമസ്കാരത്തിൻ്റെ രൂപം അറിയാത്തത് കൊണ്ടായിരിക്കാം. കൃത്യമായി നമസ്കാരം സമയത്ത് പറയാതെ നിർവഹിക്കുന്നില്ല എന്ന കാരണമായിരിക്കാം. ഇങ്ങനെ പല പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ പല ആവലാതികൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിൽ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അതെന്തെന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ നിർവഹിക്കേണ്ടത്. രണ്ടാമത്, അതിനനുസരിച്ചാകണം നമ്മുടെ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് നമ്മൾ എടുത്ത് തീർക്കുക എന്നതിന് പകരം അനിവാര്യമായി നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. എന്നാൽ ഇൻഡിവിജ്വൽ മദ്രസയിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാവ് എന്താണോ ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ ആഗ്രഹിച്ചതിനേക്കാൾ, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മൂല്യം നൽകുക എന്നുള്ളതാണ്. അക്ഷരം പഠിപ്പിക്കാൻ കുട്ടിയെ ചേർത്തുമ്പോൾ കുട്ടിയുടെ സ്വഭാവം നല്ലതാകുന്നു, കുട്ടി ഇബാദത്തിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു കുട്ടി പഠിക്കുമ്പോൾ, ഒരു കുട്ടിയെ രക്ഷിതാവ് ചേർത്തുമ്പോൾ, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളും പ്ലാനുകളുമാകണം, ആലോചനകളാകണം, പ്രാർത്ഥനകളാകണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.